നമസ്കാരം. ഹമീദ് മാമു എന്ന വീഡിയോ ചാനലിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഹൈക്കോടതിയിൽ ഈയിടെയുണ്ടായ ഒരു ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ്. വിവാഹമോചനം ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഹർജിക്കാരി, അതായത് ഭാര്യ ഗർഭിണിയായാൽ ആ ഗർഭം അലസിപ്പിക്കാനുള്ള നിയമം ഉണ്ടോ? ഏതൊക്കെ ടൈമിലാണ് 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് നിയമം അനുവദിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും. അതുപോലുള്ള ഇതിൻ്റെ വീഡിയോകളിലെല്ലാം നിയമപരമായ വീഡിയോകളാണ്. നിയമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ മേളിലാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹൈക്കോടതി വിധികളും പുതിയ പുതിയ ജഡ്ജിമെൻറ്റുകൾ ഓരോ നിയമത്തെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ഉത്തരവുകളെല്ലാം അവരുടെ അറിവിലേക്ക് കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതൊരു ഉപകാരമായി തീരും. മാത്രമല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകാം. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 നിയമത്തിൽ ഒരു ഭാര്യയ്ക്ക് അവൾക്ക് 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഉചിതമാണ്. ഇവിടുത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ, വിവാഹമോചന സമയത്ത് വിവാഹമോചനം ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു ലേഡി ഗർഭിണി ആവുകയാണെങ്കിൽ അത് സ്വാഭാവികമാണല്ലോ. കാര്യം നമ്മൾ വിവാഹമോചന ഹർജിയൊക്കെ കൊടുത്തു കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത് അവൾ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് അപ്പോഴായിരിക്കും അറിയുന്നത്. ചിലർ സ്വാഭാവികമായിട്ടും അവരുടെ വിവാഹമോചന ഹർജി പിൻവലിക്കാൻ ശ്രമിക്കും. കാര്യം അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വന്ന് വരികയാണെന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ചിലപ്പോൾ അത് ഭർത്താവ് അറിയുകയും അദ്ദേഹം ചിലപ്പോൾ അവർക്കത് ഒരു കോംപ്രമൈസിലേക്ക് ആ വിവാഹമോചന ഹർജി പിൻവലിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങും. മറ്റു ചിലരിലാണെങ്കിൽ, കാര്യം വാശിയാണല്ലോ വിവാഹമോചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ കുടുംബത്തെയും എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കൂടുതൽ വാശിയുള്ളവർ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ശ്രമം അവർ നടത്തും. കാര്യം വിവാഹമോചന ഹർജി കോടതിയിൽ പരിഗണനയിലിരിക്കുന്നു, ഗർഭിണിയാണെന്നറിയുന്നു, എന്ത് ചെയ്യും? അപ്പോൾ ഈ നിയമപ്രകാരം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 പ്രകാരം അവർ ചിലപ്പോൾ വിവാഹമോചന ഹർജി കോടതിയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ വാശിയുടെ മുകളിൽ ആ കുഞ്ഞിനെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന ഒരു മാനസിക സ്ഥിതിയിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവരികയാണെങ്കിൽ, അത് 20 ആഴ്ച പിന്നിട്ട ഗർഭമാണെങ്കിൽ അതിന് ഈ നിയമം അനുവദിക്കുന്നുണ്ടോ? നിയമം പറയുന്നത് 20 ആഴ്ച പിന്നിട്ട ഒരു ഗർഭം അലസിപ്പിക്കാനായിട്ട് ആ അമ്മയുടെ ആരോഗ്യം, കുട്ടിയുടെ ആരോഗ്യം, അമ്മയുടെ മാനസിക പരിസ്ഥിതി, ഭർത്താവിൻ്റെ മരണം, വിവാഹമോചനം നേടിയവൾ, ഇവിടെ പറയുന്ന വിവാഹമോചനം നേടിയവൾ എന്നാണ്,
അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാനുള്ള അവകാശം ഈ നിയമപ്രകാരം കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ വിവാഹമോചന ഹർജി പരിഗണനയിൽ കോടതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 20 ആഴ്ച പിന്നിട്ട ഒരു ഗർഭം അലസിപ്പിക്കാനായിട്ട് സ്ത്രീക്ക് നിയമം അനുവാദം നൽകുന്നില്ല. ആ സ്ത്രീക്കാണെങ്കിൽ ഇയാളുമായിട്ടുള്ള വിവാഹമോചനം വേണം. ആ ബന്ധത്തിലുണ്ടായ കുട്ടിയെ ഒഴിവാക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞാൽ ഈ നിയമം അത് പറയുന്നില്ല. വിവാഹമോചന നടപടിയിൽ ഇരിക്കുമ്പോൾ ഗർഭാലസിപ്പിക്കാനുള്ള ഒരു നിയമം പറയുന്നില്ല. അത് പ്രകാരം ഈ സ്ത്രീ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇതിൻ്റെ നിയമവശം തേടിക്കൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇങ്ങനൊരു സാഹചര്യത്തിൽ, അതായത് വിവാഹർജി പരിഗണനയിലിരിക്കുമ്പോൾ ഫാമിലി കോടതികൾക്ക് അങ്ങനെ അത് ഒരു വിവാഹമോചന ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഗർഭിണിയുടെ ഈ ആവശ്യം, അതായത് ഗർഭിണിയായ ഭാര്യയ്ക്ക് ഗർഭമലസിപ്പിക്കാനുള്ള 20 ആഴ്ച പിന്നിട്ട് ഗർഭമലസിപ്പിക്കാനുള്ള ഒരു റൈറ്റ് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തുകൊണ്ടാണ് ഈ സ്ത്രീ ഗർഭാലസിപ്പിക്കാനുള്ള ഉത്തരവിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ മോചന ഹർജി ഫാമിലി കോടതിയിൽ ഇരിക്കുമ്പോൾ 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാനുള്ള നിയമവശങ്ങൾ നോക്കിക്കൊണ്ട് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. കാര്യം ഹൈക്കോടതിയുടെ ഇൻഹറൻറ്റ് പവർ വെച്ചിട്ടാണ് അദ്ദേഹം അതിന് ഉത്തരവ് കൊടുക്കുന്നത്. അതുപ്രകാരം വിവാഹമോചന ഹർജി ഫാമിലി കോടതിയിൽ നിലനിൽക്കെ തന്നെ ഗർഭിണിയായ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം നിയമം അനുവദിക്കാത്തത് കൊണ്ട് അദ്ദേഹം അതിന് അനുവദിച്ചുകൊണ്ട് ഉത്തരവ് നൽകാനുണ്ടായത്, അനുകൂലമായ ഒരു ഉത്തരവ് നൽകാനുണ്ടായത്. കാരണം ഇത്തരം ഒരു ഹർജി നിൽക്കുമ്പോൾ ഗർഭം അലസിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ റൂളിനെതിരാണ്. മെഡിക്കൽ വിദഗ്ധർ, അതായത് ഡോക്ടർമാർ ഈ നിയമം ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കും സ്വാഭാവികമായിട്ടും. അവരുടെ ആക്ട് പ്രകാരം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം അലസിപ്പിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളത് അവർ സ്വാഭാവികമായിട്ടും പരിശോധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് നേടിയാൽ മാത്രമേ, കാര്യം ആക്ടിലില്ലാത്ത കാര്യം പരിഗണിക്കാൻ അവർക്ക് നിർവാഹമില്ല. അപ്പോൾ ഇങ്ങനൊരു ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് ആ ഗർഭം ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറയാനുള്ള മെയിൻ കാരണം പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം വിവാഹമോചന ഹർജി ഫാമിലി കോടതിയിൽ നിൽക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഗർഭം ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടോന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു സംശയം വേണ്ട. ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭം 20 ആഴ്ച പിന്നിട്ടിരിക്കണം. 20 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാനുള്ള റൈറ്റ് ഇതിൽ നിന്ന് സിദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നിയമപരമായ വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലെ വിവാഹമോചനം ഹർജി പരിഗണനയിലിരിക്കുമ്പോൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അലസിപ്പിക്കൽ വേണ്ടി വന്നാൽ മിക്കവാറും പലരും ചിലപ്പോൾ അതിന് തുനിയാറില്ല. കാരണം അതൊരു സന്തോഷവാർത്തയായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിലപ്പോൾ അതിൽ നിന്ന് വിവാഹമോചനത്തിൽ നിന്ന് പിന്തിരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു നിയമം അങ്ങനെ വാശിയുള്ളവർക്ക് വേണ്ടി ഹൈക്കോടതി വകവെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഒരു കുഞ്ഞിനെ ഇല്ലായ്മയൊക്കെ ചെയ്യുന്നത് വളരെയധികം അധമമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കഴിയുന്നതും വിവാഹ ജീവിതം സന്തോഷത്തിൽ
ചില്ലറ ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, കുഞ്ഞു വയറ്റിൽ വളരുന്നുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് നിയമത്തിൻ്റെ നൂലാമാലകളിൽ തേടി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നിങ്ങളുടെ വിവാഹമോചന ഹർജി പിൻവലിക്കാനും കോംപ്രമൈസ് ആക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ ഷെയർ ചെയ്യാനും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു.